ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോയം എന്ന് പറയുന്നത് ഫയർ എന്ന് പറഞ്ഞ പോയാണ് ബൈ നികിത ഗിൽ എഴുതിയിട്ടുള്ള ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള പോയം. ഫയർ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? തീപ്പൊരി എന്നാണ് അല്ലേ? ഒരു തീ അല്ലേ? തീ എന്നാണ് ഫയറിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു ഫെമിനിസ്റ്റ് രീതിയിലുള്ളൊരു പോയാണ്. നമുക്കറിയാം ജെൻഡർ ബേസിൽ നോക്കുമ്പോൾ എപ്പോഴും പുരുഷനാണ്, മെയിലിനാണ് മേധാവിത്വം. സ്ത്രീ എപ്പോഴും എന്താണ് പറയുക, താഴെയുള്ള ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് കാണാറ്. അപ്പോൾ അതിനെതിരെ സ്ത്രീകൾക്കും തുല്യ അവകാശം വേണം, അല്ലെങ്കിൽ സ്ത്രീകളും ശക്തരാണ്. അവരുടെ മനസ്സിലും മനസ്സിൻ്റെ ഉള്ളിലും ഒരു തീപ്പൊരി ഉണ്ട്, അല്ലെങ്കിൽ തീയുണ്ട്, ഫയർ ഉണ്ട്, അവർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പോവാണ് ഇത് ഫയർ എന്ന് പറയുന്നത്. ഒരു സ്മോൾ പോവാണ്, ലൈൻസൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷെ അതിൽ ഒരുപാട് ഇന്നർ മീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫെമിനിസ്റ്റ് ഇതോടുകൂടി എഴുതിയിട്ടുള്ളൊരു പോവാണ് നികിത ഗില്ലിൻ്റെ. നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കാം. നികിത ഗിൽ എന്ന് പറയുമ്പോൾ ഷീസ് എ കാശ്മീരി സിഖ് റൈറ്ററാണ് അവർ. വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ പോയിറ്റ്. ഇൻസ്റ്റയിൽ കാണാവുന്ന ഒരു പോയിറ്റും കൂടിയാണത്. ഇൻസ്റ്റയിലൊക്കെ അവരുടെ പോയംസൊക്കെ സക്സസ് ആയിട്ടുള്ളൊരു പോയിറ്റാണ്. ദ പോം ഫയർ, നമുക്കിവിടെ പഠിക്കാനുള്ള പോയത്തിൻ്റെ പേര് ഫയർ, തീ എന്നാണ്. വാസ് പബ്ലിഷ്ഡ് ഇൻ ഹെർ കളക്ഷൻ ഓഫ് പോംസ് വൈൽഡ് എംബേഴ്സ്, പോയംസ് ഓഫ് റെബിലിയൻ, ഫയർ ആൻഡ് ബ്യൂട്ടി, 2017. 2017 അവരുടെ കവിതകളുടെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ കളക്ഷൻ്റെ പേരെന്താ? വൈൽഡ് എംബേഴ്സ്, പോയംസ് ഓഫ് റെബിലിയൻ, ഫയർ ആൻഡ് ബ്യൂട്ടി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വൈൽഡ് എംബേഴ്സ്, പോയംസ് ഓഫ് റെബിലിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വിപ്ലവം. ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? തീ. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? സൗന്ദര്യം. ഇതൊക്കെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ളതാണെന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു കളക്ഷൻ്റെ പേര് വൈൽഡ് എംബേഴ്സ്, പോയംസ് ഓഫ് റെബിലിയൻ, ഫയർ ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ആ കളക്ഷനിലാണ് ഫയർ എന്ന് പറഞ്ഞ കവിത ആദ്യമായിട്ട് വരുന്നത്. ഇനി ഈ ഒരു കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫയർ ഈസ് എ പവർഫുൾ ഫെമിനിസ്റ്റ് പോം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയിലുള്ള ഒരു കവിതയാണ് ഫയർ എന്ന് പറയുന്നത്. ഇറ്റ് ചലഞ്ചസ് ദ പ്രെജുഡീസസ് ഓഫ് ജെൻഡർ റോൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. നമ്മുടെ സമൂഹത്തിൽ ഒരു ചിന്താഗതിയുണ്ട്, ചില മുൻവിധികളുണ്ട്. പ്രെജുഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻവിധികളല്ല, മുൻധാരണകളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് ഇന്നത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, പുരുഷന് ചെയ്യാൻ പറ്റുന്ന പലതും സ്ത്രീകൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ജെൻഡർ റോൾസ് പുരുഷന് മാത്രം ആണ് കൂടുതൽ ശക്തമായിട്ടുള്ള ചെയ്യാൻ പറ്റുക, ഫീമെയിൽസിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതിനെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു കവിതയാണിത്. സ്ത്രീയുടെ ശക്തിനെ പറ്റി പറയുന്ന ഒരു പോയം. ഇനി നോക്കുക. ഫയർ ഈസ് ആൻ ഇൻസ്പിറേഷൻ ടു എവറി വുമൺ വൾണറബിൾ ടു ഇൻജസ്റ്റിസ്, ഹ്യൂമിലിയേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. അത് അണ്ടർലൈൻ ചെയ്യുക. അവർ പറയാണ്, ഈ ഒരു ഫയർ എന്ന് പറഞ്ഞ കവിത സമൂഹത്തിൽ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷ മേധാവിത്വമുള്ള സമൂഹം. പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഒരുപാട് അനീതികളുണ്ട്. ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നാണം കെടുത്തലുകളുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യലുണ്ട്. അതിനൊക്കെ എതിരായിട്ടും ഏതൊരു സ്ത്രീയും പ്രതികരിക്കണം എന്നൊരു പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു കവിതയുടെ തീം എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യുക, അത് പഠിക്കുക കേട്ടോ. ഇവിടെ നികിത ഗിൽ, പോയിറ്റായിട്ടുള്ള നികിത ഗിൽ ഈസ് അർജിങ് വിമൻ, സ്ത്രീകളോട് പറയാണ് ടു റിയാക്ട്, പ്രതികരിക്കാൻ പറയാണ്. വെൻ ദ പാട്രിയാർക്കി ടേക്സ് അഡ്വാൻറ്റേജ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് വീക്ക്നെസ് ഓഫ് വിമൻ. അവർ പറയാണ്, സ്ത്രീകൾ നോർമലി വീക്കാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. അവർക്ക് പുരുഷൻ്റെ അത്ര സ്ട്രോങ് അല്ല, വീക്കാണെന്ന്. മാത്രമല്ല പുരുഷനെ അപേക്ഷിച്ച് അവർക്ക് ഇത്തിരി കനിവും ദയവും അതൊക്കെ കൂടുതലാണ്. പുരുഷനെ അപേക്ഷിച്ച് കുറച്ച് കൈൻഡും അതുപോലെ വീക്കൊക്കെയാണ് സ്ത്രീകളെന്ന് പറയണത്. അവർ വിട്ടുവീഴ്ചകളൊക്കെ കൂടുതൽ ചെയ്യും. അവരുടെ ആ ഒരു കൈൻഡ്നെസ്, ദയവ്, ഇതൊക്കെ മുതലെടുക്കുകയാണ് ആര് ചെയ്യുന്നത്? പാട്രിയാർക്കി സൊസൈറ്റി, അതായത് പുരുഷ മേധാവിത്വം അവരുടെ ആ ഒരു കനിവിനെയൊക്കെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുതലെടുപ്പിന് ഒരിക്കലും നിന്ന് കൊടുക്കരുത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്നാണ് നികിത ഗിൽ ഇവിടെ പറയുന്നത്. ദ ഇമേജസ് ഓഫ് ഡ്രാഗൺ, ഒരു ഡ്രാഗണിൻ്റെ ഒരു ചിത്രം കാണാം. വുൾഫ്, ചെന്നായയുടെ ചിത്രം കാണാം. മോൺസ്റ്റർ, ഒരു മോൺസ്റ്ററിൻ്റെ ചിത്രം കാണാം. ആൻഡ് ഹെൽ, നരകത്തിൻ്റെ.
റിക്രിയേറ്റ്സ് ദ ഫയർ ഇൻസൈഡ് എവരി വുമൺ. അപ്പോൾ ഈ ഓരോ ചിത്രത്തിൽ നിന്നും ഓരോ സ്ത്രീയുടെ ഉള്ളിൽ എത്ര കനിവും ദയവുമാണ് സ്ത്രീ എപ്പോഴും പ്രകടിപ്പിക്കുന്നതെങ്കിലും അവളുടെ ഉള്ളിലും ഉണ്ട് ശക്തമായിട്ടുള്ളൊരു തീ. അപ്പോൾ ആ തീനെ കാണിക്കുന്ന ഇമേജുകളാണ് ഡ്രാഗൺ, വുൾഫ്, മോൺസ്റ്റർ, ഹെല്ല്. ആ ഒരു ചിത്രങ്ങൾ ഇവിടെ കാണാം. ആൻഡ് ദ ഫയർ ദസ് ബിക്കം എ പോം ഓൺ പവർ ആൻഡ് വിമൻ എംപവർമെൻറ്റ്. അപ്പം നമുക്ക് പറയാൻ പറ്റും നികിത ഗിൽ എഴുതിയിട്ടുള്ള ദ ഫയർ എന്ന് പറഞ്ഞ കവിത സ്ത്രീൻ്റെ വുമൺ എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയിട്ടും അവളുടെ ശക്തിനെ പറ്റിയിട്ടും പറയുന്നൊരു കവിതയാണ് ദ ഫയർ എന്ന് പറഞ്ഞ കവിത നികിത ഗില്ലിൻ്റെ എന്ന് നമുക്ക് പറയാം. അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിച്ചു വയ്ക്കുക. നമുക്കിനി പോയത്തിലേക്ക് കടക്കാം. ഫയർ, കവിതയുടെ പേര് ഫയർ. റിമെമ്പർ വാട്ട് യു മസ്റ്റ് ഡു വെൻ ദേ അണ്ടർ വാല്യൂ യു എന്ന് പറഞ്ഞാൽ എന്താ? അവർ നിന്നെ വില കുറച്ച് കാണുമ്പോൾ, അവർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാ? പുരുഷനെ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തെ, പാട്രിയാർക്കൽ സൊസൈറ്റീനെ. അങ്ങനെയുള്ള ഒരു സമൂഹം നിന്നെ അണ്ടർ വാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വില കുറച്ച് കാണുക. അങ്ങനെ കാണുമ്പോൾ നീ എന്താ ചിന്തിക്കേണ്ടത്? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് നീ ഓർക്കുക. സ്ത്രീയോട് പറയുന്നതാണ്, ഓരോ വുമണിനോടും പറയാണ്, ഓരോ സമൂഹത്തിലെ സ്ത്രീകളോടും പറയാണ്, പുരുഷ മേധാവിത്വമുള്ള ഒരു സമൂഹം നിന്നെ വില കുറച്ച് കാണുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഓർക്കുക. വെൻ ദേ തിങ്ക് യുവർ സോഫ്റ്റ്നെസ് ഈസ് യുവർ വീക്ക്നെസ്, വെൻ ദേ ട്രീറ്റ് യുവർ കൈൻഡ്നെസ് ലൈക്ക് ഇറ്റ് ഈസ് ദെയർ അഡ്വാൻറ്റേജ്. ചിലപ്പോൾ പുരുഷന്മാർ ചിന്തിക്കും നീ കാണിക്കുന്ന സോഫ്റ്റ്നെസ്, സ്ത്രീകൾ പൊതുവെ സോഫ്റ്റ് ആണെന്നാണല്ലോ പറയുക. അപ്പോൾ ആ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ കാണിക്കുന്ന ഒരു സോഫ്റ്റ്നെസ് അത് നിൻ്റെ കഴിവുകേടാണ് അല്ലെങ്കിൽ നിൻ്റെ ദുർബലയാണെന്ന് അവർ ചിലപ്പോൾ ചിന്തിക്കും. അതുപോലെ തന്നെ നീ കാണിക്കുന്ന ദയവ്, കനിവ് അതൊക്കെ അവർ മുതലെടുക്കാനായിട്ട് ശ്രമിക്കും. അതിനൊന്നും നീ ഒരിക്കലും നിന്ന് കൊടുക്കരുത് എന്നാണ് പറയുന്നത്. യു എവേക്കൺ, അങ്ങനെ നിൻ്റെ ഈ പറഞ്ഞ പോലെ നിൻ്റെ ഓരോ സോഫ്റ്റ്നെസ്സിനെയും നിൻ്റെ കഴിവ് കേടായിട്ട് അവർ കാണുകയാണെങ്കിൽ, പുരുഷൻ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സമൂഹം കാണുകയാണെങ്കിൽ, നിൻ്റെ ഓരോ ദയവിനെയും നിൻ്റെ ഓരോ കൈൻഡ്നെസ്സിനെയും അവർ മുതലെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു എവേക്കൺ, നീ നിൻ്റെ മനസ്സിലുള്ളതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം അല്ലെങ്കിൽ നീ ഉയർത്തെഴുന്നേൽപ്പിക്കണം. എന്തിനെ? എവരി ഡ്രാഗൺ, ഓരോ ഡ്രാഗണെയും, എവരി വുൾഫ്, ഓരോ ചെന്നായെയും, എവരി മോൺസ്റ്റർ, ഓരോ മോൺസ്റ്ററിനെയും, ദാറ്റ് സ്ലീപ്സ് ഇൻസൈഡ് യു, നിൻ്റെ ഉള്ളിലുള്ള ഒരു രൂക്ഷമായ ഭാവത്തെ നീ പുറത്തെടുക്കണം. അവരുടെ ചിന്തയിൽ നീ വീക്ക് മാത്രമാണ്, നിൻ്റെ സോഫ്റ്റാണ്. അപ്പോൾ അത് നിൻ്റെ വീക്ക്നെസ്സായിട്ട്, കുറവായിട്ടാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ നീ കാണിക്കുന്ന കൈൻഡ്നെസ്സിനെ അവർ മുതലെടുക്കുകയാണ്. അപ്പോൾ നീ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല, നീ പ്രതികരിക്കണം. നിൻ്റെ ഉള്ളിലുള്ള ഓരോ ഡ്രാഗൺ, ഓരോ വുൾഫ്, ഓരോ മോൺസ്റ്റർ ഇതൊക്കെ നിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. നിൻ്റെ ഉള്ളിലൊരു തീ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതിനൊക്കെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കണം. ദാറ്റ് സ്ലീപ്സ് ഇൻസൈഡ് യു, നിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത്. ആൻഡ് യു റിമൈൻഡ് ദം, നീ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. നീ അവരെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. എന്താ? വാട്ട് ഹെൽ ലുക്സ് ലൈക്ക് വെൻ ഇറ്റ് വിയേഴ്സ് ദ സ്കിൻ ഓഫ് എ ജെൻറ്റിൽ വുമൺ. നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, ഇപ്പോൾ അവരെന്താണോ നിന്നോട് കാണിക്കുന്നത് അത് നിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നീ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പുരുഷൻ കാണിക്കുന്നത് എന്താ? ഒരു മനുഷ്യൻ്റെ രൂപമായിട്ട്, ജെൻറ്റിൽമാൻ്റെ ഒരു സ്കിന്നും ഒരു രൂപമായിട്ട് ഒരു നരകം പോലെയാണ് പുരുഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ആ സമൂഹം കാണിക്കുന്നത്. അങ്ങനെയുള്ള സംഭവം, അങ്ങനെയുള്ളൊരു ഹെല്ല് നിൻ്റെ ഉള്ളിലുമുണ്ട്, നിൻ്റെ ശരീരത്തിലും ഉണ്ട് എന്ന് നീ അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പം ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. എങ്ങനെയാണോ നമ്മളോട് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും പ്രതികരിക്കണം. നമുക്കും ശക്തിയുണ്ട്, സ്ത്രീകൾക്കും ശക്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം. സ്ത്രീയുടെ ശക്തിയെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണ് വുമൺ എംപവർമെൻറ്റ്, സ്ത്രീക്കുള്ള പവറിനെ പറ്റിയിട്ടുള്ള ഒരു കവിതയാണിത്, ദ ഫയർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ നോക്കാം. റിമെമ്പർ വാട്ട് യു മസ്റ്റ് ഡു വെൻ ദേ അണ്ടർ വാല്യൂ യു. നിൻ്റെ മൂല്യം കുറച്ച് അവർ നിന്നെ കാണുകയാണെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ ഓർത്തെടുക്കണം. നിൻ്റെ വീക്ക്നെസ് അല്ലെങ്കിൽ നിൻ്റെ സോഫ്റ്റ്നെസ് ഒരു കഴിവുകേടായിട്ട് അവർ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിൻ്റെ കൈൻഡ്നെസ്, നീ കാണിക്കുന്ന ദയവ് അവർ മുതലെടുക്കുകയാണെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്?
അവരെ നീ അതേ രീതിയിൽ തന്നെ നീ ട്രീറ്റ് ചെയ്യണം. തിരിച്ചും നീ പ്രതികരിക്കണം. നിൻ്റെ ഉള്ളിലുള്ള ഡ്രാഗൺ, വുൾഫ്, മോൺസ്റ്റർ ഒക്കെ ഉറങ്ങിക്കെടുക്കുന്നതിന് നീ എഴുന്നേൽപ്പിക്കണം. പിന്നെ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അവർ നിന്നോട് ഇപ്പോൾ എങ്ങനെയാണോ കാണിക്കുന്നത്, ഒരു നരകം പോലെയാണ് അവർ നിനക്ക് കാണിക്കുന്നതെങ്കിൽ തിരിച്ച് അതുപോലെ നീ കാണിച്ചു കൊടുക്കണം. അതാണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. വുമൺ എംപവർമെൻറ്റിനെ പറ്റിയൊക്കെയുള്ള നിഖില ഗില്ലിൻ്റെ ഒരു കവിതയാണ് ദ ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.